ഹലോ എവരി വൺ, എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് ഉന്നത വിജയം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ടോസ് അക്കാഡമി ഈ വീഡിയോയിലൂടെ സെറ്റ് മാത്തമാറ്റിക്സിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട്, ഒരു ഗൈഡിങ് തരുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതെ, സെറ്റ് എക്സാമിന് 4 മാസമുള്ളപ്പോൾ നമുക്ക് എങ്ങനെ പഠിച്ചു തുടങ്ങാം, എന്തൊക്കെ പഠിക്കാം, അതാണ് ഈ വീഡിയോയിലൂടെ ടോസ് അക്കാഡമി പറഞ്ഞു തരുന്നത്. സോ സെറ്റ് മാത്തമാറ്റിക്സിൻ്റെ ഒരു 4 months സ്റ്റഡി പ്ലാനുമായിട്ടാണ് ടോസ് അക്കാഡമി വന്നിരിക്കുന്നത്. ഇത് ഒരു സ്റ്റഡി പ്ലാനാണ്, അതായത് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് ഏതെല്ലാം രീതിയിൽ ഈ 4 മാസം പഠിച്ചാൽ നിങ്ങൾക്ക് സെറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമേ സ്റ്റഡി പ്ലാൻ നോക്കുന്നതിന് മുന്നേ നമുക്ക് എന്തറിഞ്ഞിരിക്കണം, എന്താണ് സിലബസ് എന്നറിഞ്ഞിരിക്കണം. ടോസ് അക്കാഡമിയുടെ സിലബസ് അനാലിസിസ് വീഡിയോ ഒന്ന് കണ്ടിരിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ പേപ്പറുകൾ പഠിക്കാം, എത്രത്തോളം ടൈം എടുത്ത് പഠിക്കാം, ആ പേപ്പറുകൾ നമുക്ക് എങ്ങനെ പഠിക്കാം. ഓക്കെ, പഠിക്കേണ്ടുന്ന കാര്യങ്ങളല്ല തരുന്നത്, അതിൻ്റെ നോട്ട്സും കാര്യങ്ങളും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എങ്ങനെയെല്ലാം പഠിക്കണം, എങ്ങനെയെല്ലാം ഈ 4 മാസം നിങ്ങൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമേ തന്നെ 4 മാസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ആവശ്യത്തിന് സമയമുണ്ട്. സോ നമുക്ക് ഒരു പ്രത്യേകിച്ച് പേപ്പറുകൾ ഒഴിവാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ടോട്ടൽ 6 പേപ്പറുകളും പഠിക്കാവുന്നതാണ്. എന്നിരുന്നാലും അത്യാവശ്യം നിങ്ങൾക്ക് സ്വന്തമേ ഇരുന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു 5 പേപ്പറുകളാണ് ഞാൻ സെലക്ട് ചെയ്ത് തരുന്നത്. നമുക്ക് 5 പേപ്പറുകൾ ഈ 4 മാസം കൊണ്ട് പഠിച്ചു തീർക്കാനായിട്ട് നോക്കാം. ഏതെല്ലാം പേപ്പറുകൾ നോക്കാം? റിയൽ ആൻഡ് കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്ന പേപ്പർ നോക്കാം, അബ്സ്ട്രാക്റ്റ് ഓൾജിബ്ര നോക്കാം, ലീനിയർ ഓൾജിബ്ര നോക്കാം, ODE PDE നോക്കാം, ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് സിലബസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏതെല്ലാം സെക്ഷൻസ് ആണ് നമുക്ക് ഓരോന്നിലും പഠിക്കേണ്ടതെന്ന് അല്ലേ. അപ്പോൾ ഏതെല്ലാം കാര്യങ്ങളാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഏതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ കയ്യിൽ എന്ത് വേണം? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേണം അല്ലേ. അപ്പോൾ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെ നമുക്ക് എങ്ങനെ ഈ 4 മാസം കൊണ്ട് വളരെ നന്നായിട്ട് പഠിച്ചു തീർക്കാം എന്നുള്ളതാണ് ഈ സ്റ്റഡി പ്ലാൻ വീഡിയോയിലൂടെ തരുന്നത്. ഓക്കെ, സോ നമ്മുടെ മന്ത് 1 നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് മന്തിൽ നമുക്ക് റിയൽ ആൻഡ് കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്ന പേപ്പർ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 30 ദിവസം ഇട്ടിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാണ് നമ്മൾ ഓരോ മാസവും. അപ്പോൾ നമുക്കതിനകത്ത് 20 ദിവസം നമ്മൾ ചെയ്യുന്നത് റിയൽ ആൻഡ് കോംപ്ലക്സ് അനാലിസിസിൻ്റെ പഠനമായിരിക്കും. ഓക്കെ, അപ്പോൾ റിയൽ ആൻഡ് കോംപ്ലക്സ് അനാലിസിസ് സിലബസിൽ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറേയധികം സെക്ഷൻസ് കാണാൻ പറ്റും. എല്ലാ സെക്ഷൻസും നമ്മൾ അരിച്ചു പെറുക്കി പഠിക്കുക എന്ന് പറയുന്നത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താവില്ല, 20 ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കില്ല, നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും, ഏതാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് 2016 മുതൽ 2024 ജനുവരി വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ പഠനം തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് 2020 മുതൽ 2023 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആദ്യമേ തന്നെ നമുക്ക് ഫസ്റ്റ് മന്തിൽ റിയൽ ആൻഡ് കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്ന സെക്ഷൻ പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മൊത്തം 6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ് 2020 മുതൽ 2023 വരെ. ആ 6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിയൽ ആൻഡ് കോംപ്ലക്സ് അനാലിസിസിൽ നിന്ന് വന്നിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും ശ്രദ്ധിച്ച് ചെയ്യുക. 15 ദിവസം കൊണ്ട് ആ റിയൽ കോംപ്ലക്സ് എന്ന് പറയുന്ന പേപ്പറിലെ പ്രോബ്ലംസ് മാത്രം ചെയ്തു തീർക്കാനായിട്ട് നോക്കുക. അങ്ങനെ നമ്മൾ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഓരോ പ്രോബ്ലംസും ഏതൊക്കെ സെക്ഷനിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് നോട്ട് ചെയ്ത് പോകണം. ഓക്കെ, എന്നാലാണ് നമുക്ക് ആ സെക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണോ, റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇപ്പോൾ 2023 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ ഇന്ന സെക്ഷനിൽ നിന്ന് ഇന്ന ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്ന് നോട്ട് ചെയ്താൽ നമുക്ക് 2023 അടുത്ത 6 മാസം കഴിഞ്ഞപ്പോൾ അടുത്ത ടെസ്റ്റ് ഉണ്ടായി കാണും അല്ലേ. ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ നമുക്ക് ഈ സെയിം സെക്ഷൻസ് റിപ്പീറ്റഡ് ആണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നമുക്ക് 6 ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിയുമ്പോഴേക്കും ഏതെല്ലാം കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്,
ഏതെല്ലാം കാര്യങ്ങൾ കൂടുതൽ റിസൾട്ടുകൾ നമ്മൾ നോക്കേണ്ടതുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു 6 ക്വസ്റ്റ്യൻ പേപ്പറുകൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം, 15 ദിവസം കൊണ്ട് 6 ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കി തീർത്തിട്ട് അടുത്ത ഒരു 5 ദിവസം നമ്മൾ എന്തിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക. നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ലിമിറ്റ് ഓഫ് സീക്വൻസിൽ നിന്ന് നിങ്ങൾക്ക് പല വർഷവും ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് കാണാം. സെയിം ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, ചിലപ്പോൾ സെയിം ആയിരിക്കില്ല, ഒരു മെത്തേഡ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ലിമിറ്റ് ഓഫ് സീക്വൻസിൽ നിന്ന് നമുക്ക് ഒരുപാട് റിസൾട്ടുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ അത്തരം നിങ്ങൾക്ക് 6 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാവും ആ റിസൾട്ടുകൾ നമ്മളൊന്ന് നോട്ട് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് മാത്രമല്ല എക്സ്ട്രാ എന്തെങ്കിലും റിസൾട്ടുകൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ റെഫർ ചെയ്യേണ്ടതുണ്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. നമുക്ക് അടുത്ത 5 ദിവസം നമുക്ക് എന്തിനു വേണ്ടി സ്പെൻഡ് ചെയ്യാം, അങ്ങനെയുള്ള എക്സ്ട്രാ കാര്യങ്ങളൊന്ന് ലെക്ചർ നോട്ട് എഴുതാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ 20-23 റിയൽ ആൻഡ് കോംപ്ലക്സ് അനാലിസിസ് മാത്രമാണ് നമ്മൾ 20 ദിവസം കൊണ്ട് കവർ ചെയ്തിട്ടുള്ളൂ. 5 ദിവസം നമ്മൾ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ എക്സ്ട്രാ കാര്യങ്ങൾ ഇനിയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ബാക്കി 10 ദിവസം ഉണ്ടല്ലേ ആ മാസം എന്ന് പറയുന്നത്. ഇതിൽ ഇപ്പോൾ ഈ 20 ദിവസം സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ടൈം ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് അത്രയും ക്വസ്റ്റ്യൻ പേപ്പറിലെ ഈ ഒരു പേപ്പർ ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾക്കൊരു കുറഞ്ഞ സമയം നിങ്ങളുടെ ഓരോരുത്തരുടെ സ്കില്ലനുസരിച്ചിട്ട് നിങ്ങൾക്ക് ടൈം അത്രയും അധികം വരില്ല. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്കൊരു റിയൽ ആൻഡ് കോംപ്ലക്സിൽ നിന്ന് നമുക്കൊരു 13-14 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആകെ 6 ക്വസ്റ്റ്യൻ പേപ്പറേ ഉള്ളൂ, 15 ദിവസം സമയമുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ചെയ്യേണ്ട ആവശ്യം പോലും ഉണ്ടാവില്ല. നമുക്കതല്ലാണ്ട് തന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 2 ദിവസം എടുത്തിട്ട് ചെയ്യാൻ വരെ നമുക്ക് സമയം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാനുള്ള ടൈം ഉണ്ടാവും, കാര്യങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കാനുള്ള സമയം ഉണ്ടാവും. അടുത്തത് നമുക്ക് ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സ് എടുക്കാം. ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സ് ഉദ്ദേശിക്കുന്ന +2 ലെവലിലെ ടോപ്പിക്സ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് അതിനൊന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി ഒന്നും നമുക്ക് വേണ്ട. നമ്മളതിനെ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ മാത്രം ഒതുക്കുകയാണ്. വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാണോ വരുന്നത് അതിന് വേണ്ടുന്ന ഫോർമുല മാത്രം നമ്മൾ പഠിച്ചു പോവുകയാണ്. ഓക്കെ, നമ്മൾ ഫണ്ടമെൻ്റൽ കൺസെപ്റ്റിൽ ചെയ്യുന്നത് 2018 മുതൽ 2023 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കും. ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് മൊത്തം 10 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ഈ 10 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ 10 ദിവസം കൊണ്ട് പഠിക്കും. ഫണ്ടമെൻ്റൽ കൺസെപ്റ്റിലെ പ്രോബ്ലംസ് മാത്രം നോക്കും നമ്മൾ. അത് 10 ദിവസം കൊണ്ട് 10 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പഠിച്ചു തീർക്കുകയാണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിനകത്ത് ഓരോ ഫോർമുലകൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. ആ ഫോർമുലകൾ മാത്രം നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കുന്നു. വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും നമ്മൾ ഫണ്ടമെൻ്റൽ കൺസെപ്റ്റിൽ നിന്ന് നോക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത മാസത്തേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ മാസം നമ്മൾ എന്തൊക്കെയോ ചെയ്തു വെച്ചിരിക്കുന്നു, അടുത്ത മാസം നമുക്ക് നോക്കാം. അടുത്ത മാസം നമുക്ക് ഫ്രഷ് ആയിട്ട് ലീനിയർ ആൾജിബ്ര സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ലീനിയർ ആൾജിബ്രയ്ക്കും സെയിം പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. നമുക്കതിന് 20 ദിവസം മാറ്റി വയ്ക്കാം. 2018 മുതൽ 2023 വരെയുള്ള 10 ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ റെഫർ ചെയ്യാൻ പോവുകയാണ്. അതിൽ നിന്ന് ലീനിയർ ആൾജിബ്രയിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് സെക്ഷൻസ് എല്ലാം നോട്ട് ചെയ്ത് വയ്ക്കുന്നു. അതിനകത്തുനിന്ന് വേണ്ടുന്ന എക്സ്ട്രാ നോട്ടുകൾ, എന്തെല്ലാം ഫോർമുലകൾ വേണം, എന്തെല്ലാം റിസൾട്ടുകൾ വേണമെന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുന്നു. സോ 20 ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 18-23 വരുന്ന 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ എക്സ്ട്രാ വേണ്ടുന്ന റിസൾട്ടുകളും നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുന്നു. ഓക്കെ, ഇപ്പോൾ 20 ദിവസം കഴിഞ്ഞല്ലേ, ബാക്കി നമുക്ക് 10 ദിവസം കൂടി ഉണ്ട്. നമ്മൾ ഓൾറെഡി ഏതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്, റിയൽ കോംപ്ലക്സ് കുറച്ച് പഠിച്ചിട്ടുണ്ട്, ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ ടച്ച് വിടാൻ പാടില്ല അല്ലേ. ബാക്കി 4 മാസവും നമുക്ക് അതും കൊണ്ടുപോകണം, അല്ലെങ്കിൽ നമ്മളത് മറന്നു പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള 10 ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്നത് റിയൽ ആൻഡ് കോംപ്ലക്സ് അനാലിസിസിലെ നമ്മൾ നോക്കിയത് 2020 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് 10 ദിവസം എന്ത് ചെയ്യാം, 2018-2019 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഒരു 7 ദിവസം കൊണ്ട്, അധികം ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ഇല്ല, സോ നമുക്കൊരു 7 ദിവസം കൊണ്ട് എന്ത് ചെയ്ത് തീർക്കാം, ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി തീർക്കാം. ഓക്കെ, അപ്പോൾ 4 ക്വസ്റ്റ്യൻ പേപ്പറേ ഉണ്ടാവുള്ളൂ, നമുക്ക് ഇഷ്ടം പോലെ പഠിക്കാൻ സമയമുണ്ട്. അപ്പോൾ കുറേ അധികം ചിലപ്പോൾ എക്സ്ട്രാ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാകാം, എക്സ്ട്രാ സെക്ഷൻസ് കവർ ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെയുള്ളതിൽ എന്തെങ്കിലും എക്സ്ട്രാ റിസൾട്ടുകളും കാര്യങ്ങളും നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത 3 ദിവസം കൊണ്ട് അത് നോട്ട് ചെയ്യും. നമ്മൾ ഓൾറെഡി എക്സ്ട്രാ നോട്ട് എഴുതി വെച്ചേക്കുന്നത് എന്തെങ്കിലും നമുക്ക് ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ ഹെൽപ്ഫുൾ ആയേക്കാം. ഓക്കെ, അപ്പോൾ അതായിരിക്കും നമ്മൾ അടുത്ത 10 ദിവസം കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ റിയലിൻ്റെയും കോംപ്ലക്സിൻ്റെയും ജസ്റ്റ് ഒരു റിവിഷൻ പാർട്ടും കൂടി നമ്മളിവിടെ കഴിയുവാണ്. ഓക്കെ, അപ്പോൾ ലീനിയറിൻ്റെ കുറേയധികം 10 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി. ഇപ്പോൾ റിയൽ ആൻഡ് കോംപ്ലക്സ് അനാലിസിസ് നമ്മൾ 2018 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി തീർത്തിട്ടുണ്ട്. അപ്പോൾ 2018 മുതൽ ഇപ്പോൾ അത്യാവശ്യം 3 പേപ്പറുകൾ നമ്മൾ നോക്കി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, ദെൻ അടുത്ത മാസം എന്ത് ചെയ്യാം? നമുക്ക് പുതിയ പേപ്പർ അബ്സ്ട്രാക്ട് ആൾജിബ്ര സ്റ്റാർട്ട് ചെയ്യാം. സെയിം പോലെ തന്നെ 2018 മുതൽ 2023 വരെയുള്ള 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ 15 ദിവസം കൊണ്ട് പഠിക്കുന്നു. എക്സ്ട്രാ നോട്ട്സ് അബ്സ്ട്രാക്ട് ആകുമ്പോൾ നമുക്ക് ഒരുപാട് റിസൾട്ടുകളുള്ള സെക്ഷനാണ് കേട്ടോ, പേപ്പറാണ്. അപ്പോൾ നമുക്ക് ഓരോന്നിനും ഓരോ ഫോർമുലകൾ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടാവും നമ്മൾ, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് എക്സാമ്പിൾസ് നോട്ട് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ നമ്മുടെ സിമ്മട്രിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഡൈഹെഡ്രൽ ഗ്രൂപ്പ് അതിൻ്റെയൊക്കെ കുറേയധികം പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്നുണ്ടാവും. ആ പ്രോപ്പർട്ടീസ് ZN അതിൻ്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോട്ട് ചെയ്ത് റിസൾട്ടുകൾ നോട്ട് ചെയ്യാനുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം നമുക്ക് എക്സ്ട്രാ നോട്ട് ചെയ്യണം. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് അബ്സ്ട്രാക്ട് ആൾജിബ്രയിലെ പ്രോബ്ലംസും ചെയ്ത് നോക്കണം. ഓക്കെ, ഇപ്പോൾ 20 ദിവസം എന്ന് പറയുന്നത് നമുക്ക് അബ്സ്ട്രാക്റ്റ് ആണ്, കുറച്ച് നമുക്ക് ആലോചിച്ച് ചെയ്യേണ്ടി വരും. സോ നമുക്ക് ആവശ്യത്തിന് സമയം എടുത്ത് ചെയ്യാനുള്ള സമയമുണ്ട് കേട്ടോ. 15 ദിവസമുണ്ട്, 10 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, അതനുസരിച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതിയാകും. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലെ തന്നെ നമുക്ക് 13-14 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളോട് ചോദിച്ചിട്ടുണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി 10 ദിവസം എന്ത് ചെയ്യും? നമ്മൾ ഏതെല്ലാം പേപ്പറുകളാണ് നോക്കി വെച്ചിട്ടുള്ളത്? ലീനിയർ, റിയൽ ആൻഡ് കോംപ്ലക്സ്, ഫണ്ടമെന്റൽ കൺസെപ്റ്റ്, അബ്സ്ട്രാക്ട് ആൾജിബ്ര, ഇത്രയാണ് നിൽക്കുന്നത് അല്ലേ. ഇനി നമ്മൾ ചെയ്യുന്നത് 2018 മുതലാണ് നമ്മളിപ്പോൾ ഇത്രയും പേപ്പറുകൾ നോക്കിയിരിക്കുന്നത്. 2017 വർഷം നമുക്ക് 2 എക്സാമുകൾ നടന്നിട്ടുണ്ട് സെറ്റിൻ്റെ അല്ലേ. അപ്പോൾ നമുക്ക് 2017 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആയിരിക്കും നമ്മുടെ സൈറ്റിൽ നിന്ന്. ആ 2 ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ ഇത്രയും പേപ്പറുകളിലെ പ്രോബ്ലംസ്, ലീനിയർ, റിയൽ ആൻഡ് കോംപ്ലക്സ്, ഫണ്ടമെന്റൽ കൺസെപ്റ്റ്, അബ്സ്ട്രാക്ട് ആൾജിബ്ര, ഇത്രയും 4 പേപ്പറുകളിലെ 2017 2 ക്വസ്റ്റ്യൻ പേപ്പറിലെയും പ്രോബ്ലംസ് നമ്മൾ എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കണം? 10 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കണം. ഓക്കെ, അപ്പോൾ 5 ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പറും 5 ദിവസം അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്യാം അല്ലേ. ആവശ്യത്തിന് പഠിക്കാനുള്ള ടൈം നമുക്കുണ്ട്. സോ നമുക്കെല്ലാം നമ്മൾ ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ റിസൾട്ടുകൾ പഠിച്ചു പോകാനുള്ള ടൈമും കൂടി നമുക്കുണ്ട്. ഓക്കെ, ദെൻ അടുത്ത മാസം നമ്മൾ ഫ്രഷ് ആയിട്ട് ODE ആൻഡ് PD, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനും പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനും സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിനകത്തും നമ്മൾ ഫണ്ടമെന്റൽ കൺസെപ്റ്റ് പോലെ നമ്മൾ കുറേ തിയറി കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. പ്രോബ്ലംസ് ഓറിയൻറ്റഡ് സ്റ്റഡി മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുക, ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ പ്രോബ്ലംസ് പഠിക്കുക, അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ 2017 വരെ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമ്മളിപ്പോൾ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ നോക്കി വെച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ ODEയും PD എന്ത് ചെയ്യുക? 2017 മുതൽ 2023 വരെയുള്ള 12 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. ഈ 12 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എത്ര ദിവസം കൊണ്ട് പഠിച്ചു തീർക്കണം? 25 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കണം. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. ഇനി അടുത്തത് 5 ദിവസം നമുക്ക് ബാക്കിയുണ്ട് അല്ലേ. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ഇനി റിമൈനിങ് കിടക്കുന്നത്? 2016 മുതൽ നമ്മുടെ സിലബസ് റിവൈസ്ഡ് ആയേക്കുന്നത്. സോ നമുക്ക് 2016 നടത്തിയിരിക്കുന്ന 2 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടിയാണ് നമുക്കിനി ബാക്കി എല്ലാ പേപ്പറുകളും നോക്കാനുള്ളൂ. എന്ത് ചെയ്യണം? അടുത്തൊരു 4 ദിവസം എടുത്ത് 2016 2 ക്വസ്റ്റ്യൻ പേപ്പറിലെയും എല്ലാ പേപ്പറുകളിലെയും പ്രോബ്ലംസ് ചെയ്യുക. അപ്പം നമ്മൾ ഒഴിവാക്കിയേക്കുന്ന പേപ്പർ ടോപ്പോളജി ആൻഡ് ഫംഗ്ഷണലാണ്, അത് നിങ്ങൾ ഒഴിവാക്കിക്കോ. ബാക്കിയുള്ള 5 പേപ്പറുകളിലെയും പ്രോബ്ലംസ് 2 ദിവസം 2016 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, അടുത്ത 2 ദിവസം 2016 അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. അങ്ങനെ 4 ദിവസം കൊണ്ട് അത് നമുക്ക് തീർക്കുക. നമ്മുടെ എക്സാമിനോട് അടുത്തിരിക്കുവാണ് അല്ലേ. അപ്പോൾ നമുക്കിതൊക്കെ നമുക്ക് വേഗം ചെയ്ത് തീർക്കാൻ പറ്റണം. ഇനി നമുക്ക് എത്ര ദിവസം കൂടി ഉണ്ട്? ഒരു ദിവസം കൂടി ഉണ്ട്. ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാത്തയുണ്ടോ? ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാത്തയുണ്ട് അല്ലേ. 2024 ജനുവരിയിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിയിട്ടില്ല. ലാസ്റ്റ് ഡേ ഈ എല്ലാ പേപ്പറുകളും 5 പേപ്പറുകളിലെയും 2024 ജനുവരിയിലെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന എക്സ്ട്രാ നോട്ട്സും കാര്യങ്ങളെല്ലാം നിങ്ങൾ യൂസ് ചെയ്യുക. കൂടുതലായിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ടെൻഷൻ അടിക്കേണ്ട. നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് 14 ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് 10 ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കിയാൽ മതി നമുക്ക് സെറ്റ് അച്ചീവ് ചെയ്യാനായിട്ട്. സോ നമുക്ക് 10 ക്വസ്റ്റ്യൻ എങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അതെന്തായാലും ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഷുവറായിട്ടും കിട്ടും. ഓക്കെ, സോ നല്ലൊരു സ്റ്റഡി പ്ലാൻ ആണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. നിങ്ങളിത് പ്രോപ്പറായിട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ഇതിനകത്ത് 20 ദിവസം എന്ന് പറയുന്നത് ഒരു ദിവസം നിങ്ങൾ പഠിച്ചില്ലെങ്കിലും നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് കറക്റ്റായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാനുള്ള ടൈമുണ്ട്. സോ നിങ്ങൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷുവറായിട്ടും സെറ്റ് നല്ല മാർക്കോടെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റഡി പ്ലാൻ യൂസ് ചെയ്യുക, ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം ടു സ്റ്റാർട്ട് യുവർ സ്റ്റഡി. ഓക്കെ, താങ്ക് യു.